നമസ്കാരം. ഷാർജയിൽ ടിക്ടോക്ക് തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട കണ്ണൂർ പഴയങ്ങാടി മാട്ടൂൽ സ്വദേശി പൊന്നൻ ഇസ്മായിൽ ഇബ്രാഹിം കുട്ടിയുടെ മൃതദേഹം രാവിലെ നാട്ടിലെത്തിക്കും. ഇന്ന് രാത്രി 10:40 ഷാർജയിൽ നിന്ന് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കൊണ്ടുപോകുന്ന മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ 4:10 കണ്ണൂരിലെത്തും. യാബ് ലീഗൽ സർവീസസ് സിഇഒ സലാം പാപ്പിനിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ലീഗൽ ടീമും ബന്ധുക്കളും ചേർന്നാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഈ വിഷയത്തിൽ കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ മാസം 1 രാവിലെ 8:30 ഷാർജയിലെ ഒരു കെട്ടിടത്തിന്റെ കാർ പാർക്കിംഗിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ടിക്ടോക്കിൽ സജീവമായിരുന്ന ഇസ്ലാമും പ്രതികളും തമ്മിൽ സോഷ്യൽ മീഡിയ വഴി ലൈവായി പരസ്പരം വെല്ലുവിളികൾ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഒത്തുചേർന്ന സംഘം മരപ്പലകയും കൂർത്ത ആയുധങ്ങളും ഉപയോഗിച്ച് ഇസ്മായിലിനെ ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇസ്മായിലിനെ ഷാർജ അൽ ഖാസിമി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ മരണപ്പെടുകയായിരുന്നു. സംഭവത്തിൽ മറ്റൊരു മലയാളിക്ക് കൂടി ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിൽ കണ്ണൂർ, കൊല്ലം സ്വദേശികളടക്കം 5 മലയാളികളെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.